കട്ടപ്പന പുളിയൻമലയിലെ അറവുശാല നവീകരിക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. ഇന്ന് ചേർന്ന കൗൺസിലിൽ 16 അജണ്ടകൾ പാസാക്കി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിലിൽ അവതരിപ്പിച്ച 16 അജണ്ടകളും അംഗീകരിച്ചു. പ്രധാനമായും നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ അറവുശാലയുടെ മെഷീനറികൾ തുരുമ്പെടുത്തതിനാൽ അറവുശാലയുടെ മാനദണ്ഡപ്രകാരമല്ല പ്രവർത്തിക്കുന്നതെന്ന് ക്ലീൻ സിറ്റി മാനേജർ റിപ്പോർട്ട് നൽകിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അറവുശാല നവീകരിക്കാൻ കൗൺസിൽ തീരുമാനിച്ചത്. കട്ടപ്പന നഗരസഭാ കൗൺസിൽ ഇന്ന് 17 അജണ്ടകൾ ചർച്ച ചെയ്യുകയുണ്ടായി. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള സ്ലോട്ടർ ഹൗസിന്റെ നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്ലോട്ടർ ഹൗസിന്റെ പ്രവർത്തനം ഓഡിറ്റിൽ കാര്യക്ഷമമായി അല്ല പ്രവർത്തിക്കുന്നത് എന്ന ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്ലോട്ടർ ഹൗസിന് പൈസ വെച്ചിരുന്നു എങ്കിലും പരാമർശം ഓഡിറ്റിൽ വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് വളരെ അടിയന്തരമായി പുളിയമലയിലെ സ്ലോട്ടർ ഹൗസ് നവീകരിച്ച് അതിനെ അത്യാധുനിക സംവിധാനത്തോടു കൂടി ചെയ്യുന്നതിനുള്ള നടപടികൾ അതിൽ ആരംഭിച്ചിട്ടുണ്ട്. സിവിൽ വർക്കിന്റെ എസ്റ്റിമേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ടെക്നിക്കൽ സൈഡ് കൂടി പരിശോധിച്ച് സമയബന്ധിതമായി അറവുശാല നവീകരിച്ച് കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായ അറവുശാലയായി മാറ്റും. അതിന്റെ നടപടികൾ നടത്താൻ ഇന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൗൺസിൽ ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2023-24 വർഷത്തിൽ 39,40,31,709 രൂപ വരവും 26,63,85,911 രൂപ ചെലവും ബാക്കി നമ്മുടെ സ്പിൽ ഓവറിൽ കിടക്കുന്ന പദ്ധതികൾക്ക് പ്രോജക്റ്റ് വർക്കുകൾക്കൊക്കെ കൊടുക്കാനായിട്ട് 12,76,45,798 രൂപ ബാങ്കിലും ആയിട്ടുള്ള ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഭരണസമിതി ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നഗരസഭയ്ക്ക് ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ വിവിധ ആളുകൾക്ക് കൊടുക്കുകയുണ്ടായി. അത് ESA ഹോസ്പിറ്റലിനും PSCക്കും ഫയർഫോഴ്സിനും കോടതിക്കും ഒക്കെയായി സ്ഥലം നമ്മൾ കൊടുത്തു. അപ്പോൾ അതിന്റെ ഫലമായി ഇപ്പം MCF, RRF തുടങ്ങിയ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ സ്ഥലം നമുക്കിപ്പം ലഭ്യമല്ല. ആയതിനാൽ ഗവൺമെന്റ് പുതിയ ഉത്തരവ് പ്രകാരം ഗവൺമെന്റിന്റെ പക്കലുള്ള, അത് റവന്യൂ വകുപ്പിന്റെ ഒക്കെ പക്കലുള്ള സ്ഥലങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന ഒരു ഉത്തരവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന നഗരസഭയിൽ അത്തരം വിവിധ വകുപ്പുകളുടെ കൈവശമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അത് നമുക്ക് മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം, അത് മാലിന്യമുക്ത മുനിസിപ്പാലിറ്റി എന്ന ലക്ഷ്യവും നടപ്പാക്കുന്നതിന് വേണ്ടി ആ പദ്ധതി രൂപീകരിക്കുന്നതിന് വേണ്ടി അത് ഗവൺമെന്റിൽ അത്തരമൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കുറേയധികം സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയ സ്ഥലങ്ങൾ ഗവൺമെന്റിന്റെ അനുമതിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്ത് നമ്മുടെ നഗരത്തെ ശുചീകരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ചെയ്യാൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. കട്ടപ്പന നഗരസഭയുടെ സ്ഥലങ്ങൾ വിവിധ വകുപ്പുകൾക്ക് നൽകിയതിനാൽ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് സ്ഥല സൗകര്യങ്ങൾ ഇല്ലാത്ത സാഹചര്യമാണ്. നഗരസഭാ പരിധിയിൽ റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള സ്ഥലങ്ങൾ ലഭ്യമാക്കുന്നതിന് സർക്കാരിന് അപേക്ഷ നൽകാനും കൗൺസിൽ തീരുമാനിച്ചു. കട്ടപ്പന നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന അനാഥാലയങ്ങളിലെ അന്തേവാസികൾ മരണപ്പെടുമ്പോൾ സൗജന്യമായി നഗരസഭ ശാന്തിതീരം ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിനും കൗൺസിൽ തീരുമാനിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.